ഗോസിപ്പ് ഞാൻ കേട്ടത് ഈ മോഹൻലാലിന്റെ ഡിവോഷൻ അത് ഭയങ്കരമാണ്. ഒരു നുണത്തളത്തിൽ ഇങ്ങനെ കേൾക്കാണ്. ഒരു നുണത്തളം മോഹൻലാലിന്റെ ഡിവോഷൻ ജോലി. അപ്പോൾ അദ്ദേഹം അഭിനയിക്കുമ്പോഴും അദ്ദേഹം ഫുൾ 100% പ്രൊഫഷണൽ ആയിരിക്കും. അതേ മദ്യപിച്ചാലും അതേ 24 hours മദ്യപിക്കും. അതേ മറ്റേ കാര്യത്തിന് പോയാലും അത് 24 hours. ഇങ്ങനെ ചിന്തിക്കുന്നത് അതേ മലയാള മറ്റേ കാര്യം ഞാൻ അങ്ങേക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഇതിൽ എല്ലാത്തിലും 24 മണിക്കൂർ പ്രൊഫഷണൽ ആകുന്ന ഒരു മോഹൻലാലിനെയാണ് ശരാശരി ഒരു പ്രേക്ഷകൻ മനസ്സിൽ സൂക്ഷിക്കണമെന്ന് എനിക്ക് സംശയമുണ്ട്. നമ്മളിപ്പോ എന്ത് കാര്യവും ചെയ്യുന്നത് നമ്മൾ രസിച്ച് ചെയ്യുക എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. എന്ന് പറഞ്ഞ് 24 മണിക്കൂറും നമ്മൾ മദ്യപിച്ചിട്ട് നടക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ അപ്പോഴൊരു ആൽക്കഹോളിക്കായി മാറിക്കഴിയും അല്ലെ. ഞാൻ മദ്യപിക്കുന്ന ആളാണ്. അപ്പൊ അതിപ്പം ഒരു മോശമായ കാര്യം കേരളത്തിലെ എല്ലാവരും മദ്യപിക്കുന്നതാണ്. പക്ഷെ അതിന്റെ ആവശ്യത്തിന് അല്ലെങ്കിൽ അത് നമുക്ക് കാര്യം സിനിമയിലൊക്കെ പാർട്ടികൾ ഉണ്ടാകാറുണ്ട്. പിന്നെ നമുക്ക് ഒരു പക്ഷേ വെളിയിൽ നമുക്കൊരു സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞാൽ കിട്ടുന്നൊരു എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്നതായിരിക്കും. അല്ലാതെ അത് സ്ഥിരമായിട്ട് ചെയ്യുക എന്നുള്ളതല്ല. അപ്പോൾ ചെയ്യുന്നൊരു കാര്യം ഭംഗിയായിട്ട് ചെയ്യുന്നതിൽ എന്താണ് കുഴപ്പം? അതൊരു അനുഷ്ഠാനം പോലെ ചെയ്യാം. അതൊരു അനുഷ്ഠാനം പോലെ ചെയ്യുന്നുള്ളൂ. ഇപ്പം ഈ നമ്മുടെ ഇപ്പം ഈ ഒരു ഇതിഹാസമോ അല്ലെങ്കിൽ പുരാണങ്ങളോ നമ്മൾ വളർന്നു വന്നിരിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് മുൻപുള്ള കാര്യങ്ങളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം ഉണ്ടായിരുന്നൊരു കാര്യമാണ്. ഞാനിപ്പോൾ ഇതിൽ പറയുകയും ചെയ്തു, ഭാരതം പോലെ ഇത്രയും സെക്സ് ഫ്രീ ആയിട്ടിരുന്ന ഒരു മണ്ണിലാണ് ഉണ്ടായിരുന്നില്ല. അവർക്ക് നമ്മളെല്ലാം അക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാരായിരുന്നു അല്ലേ. അപ്പൊ അതിലേക്ക് ചില പാപബോധങ്ങൾ പിന്നെ കടന്നു വന്നതിന് ശേഷമാണ് ഇങ്ങനെ ചെയ്താൽ പാപം, ഇങ്ങനെ ചെയ്താൽ പാപം, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താൽ താങ്കൾക്ക് അങ്ങനെ താങ്കൾ ഒരു മദ്യത്തിന്റെ പരസ്യത്തിൽ നിന്നതിന്റെ പേരിൽ ഒരുപാട് വിമർശനങ്ങൾ ഏറ്റുവാങ്ങി. അതേസമയം ഇപ്പൊ ലേറ്റസ്റ്റ് കണക്ക് വന്നിരിക്കുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ മദ്യപിക്കുന്ന ഇന്ത്യയിലെ സംസ്ഥാനം കേരളമാണെന്നുള്ള കണക്ക് വന്നു കഴിഞ്ഞു. 13 വയസ്സ് മുതലാണ് 19 വയസ്സെന്നുള്ളത് താഴേക്കായി. അതൊരിക്കലും ഈ വൈകിട്ടെന്താ പരിപാടി എന്നുള്ള ഇത് അഭിനയിക്കാൻ കാരണം അതിന്റെ സ്ക്രിപ്റ്റിംഗ് അത് ഞാൻ പറയട്ടെ, ഈ ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ അതൊരു ഹരമാണ്. അവിടെ ഞാൻ ഇവിടുത്തെ സദാചാരവാദികൾ അന്ന് പറഞ്ഞ ഒരു കാര്യം, ഈ മോഹൻലാൽ എന്ന് പറയുന്ന ആൾക്ക് ഒരു സ്ക്രീൻ ഇമേജ് ഉണ്ട്. അപ്പോൾ അദ്ദേഹം പലപ്പോഴും അത് തെറ്റാണ്. കാര്യം എത്രയോ സിനിമകളിൽ മദ്യപിക്കുന്ന ആളായിട്ട് അഭിനയിക്കുന്ന ആളാണ്. ഇപ്പൊ ലാസ്റ്റ് സിനിമ ഹലോ മദ്യപിച്ച് മരിക്കാൻ തയ്യാറാകുന്ന ഒരാളാണ് അല്ലേ, നമ്പർ 20 മദ്രാസ് മെയിൽ. പക്ഷെ എനിക്ക് മദ്യപിച്ച് നടക്കുന്ന സത്യമാണ്. അലോയിലെ ശിവരാമൻ അങ്ങനെ കഥാപാത്രമാണെങ്കിലും താങ്കൾ ഒരു കണ്ണീരിന്റെ നനവും അതുപോലെ വിചാരിച്ചാൽ പോലെ ഇത് നമ്മളൊരു വിഷ്വൽ ഇമ്പാക്റ്റ് ആണ് അല്ലെ. അതായത് 2.5 മണിക്കൂർ കൊണ്ട് പറയേണ്ട ഒരു കാര്യം 30 സെക്കൻഡിൽ പറയുന്നു എന്ന് പറയുന്നത് ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ എനിക്കൊരു വെല്ലുവിളിയാണ്. അത്തരം ഒരു അപ്പൊ അതിന്റെ ടാഗ് ലൈൻ എന്ന് പറയുന്നത് ഭയങ്കര വൈകിട്ട് എന്താ പരിപാടി. നമ്മൾ അതിനെക്കുറിച്ച് വേറെ ഒന്നും പറയുന്നില്ല. അതിൽ മദ്യത്തിന്റെ അല്ലെങ്കിൽ ഒരു കാര്യമോ ഒന്നും കാണിക്കുന്നില്ല. ഇത് വളരെ വിചിത്രമായിട്ട് ആരും ഉണ്ടാക്കിയ ഒരു കേസാണ്. ഇപ്പൊ ഞാൻ പറയട്ടെ, ഇങ്ങനെ ഇതിലൊരു കേസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അയാൾക്കും ഹൈപ്പ് കിട്ടും അല്ലെ. ഇതാരാണ് ഇപ്പൊ അതുകൊണ്ട് എപ്പോഴെങ്കിലും അങ്ങനെ, അതായത് ഇപ്പം താങ്കൾ ഇപ്പൊ ഒരുപക്ഷെ ഈ മോറൽ പോലീസിംഗ് എന്ന് പറയുന്ന അതിൽ വിശ്വസിക്കുന്ന സദാചാര സംരക്ഷകരായിരിക്കും ഒരുപക്ഷെ അങ്ങനെ പറയുന്നത്. മോഹൻലാൽ അല്ലെങ്കിൽ മമ്മൂട്ടി എന്ന് പറയുന്ന നടൻ ഈ സമൂഹത്തിൽ എത്തിച്ചു കൊടുക്കേണ്ട സന്ദേശങ്ങൾക്ക് അവർ ചില പരിധികൾ കൽപ്പിക്കും. ഞാൻ ഇതിനെക്കുറിച്ച് വളരെ ഡിസ്കഷൻ ഉണ്ടായപ്പോൾ ഞാൻ ചോദിച്ചത്, ഞാൻ എയ്ഡ്സിന് വേണ്ടി പിന്നെ വളരെ ചെയ്തിട്ടുണ്ട്, ഞാൻ റെയിൽവേക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്, ഞാൻ മരുന്ന് വേണ്ടി ചെയ്തിട്ടുണ്ട്, അങ്ങനെ ഞാൻ ക്യാൻസറിന് വേണ്ടി ചെയ്തു കൊടുത്തത്, എത്രയോ നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് ആരും ഒന്നും പറയുന്നില്ല. ഞാൻ ഒരാൾ ഇപ്പോൾ എറണാകുളത്തിൻ്റെ അടുത്ത് ഞാൻ ഉള്ള സമയത്ത് ഈ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളൊരു കാര്യം, കഴിഞ്ഞ 10 ദിവസമായിട്ട് എറണാകുളം സിറ്റിയിൽ മാലിന്യം മാറ്റിയിട്ടില്ല, അവിടെ ഇങ്ങനെ കുന്നുകൂടികൾ. നിങ്ങൾ അതിനെക്കുറിച്ച് ആദ്യം ഒരു പ്രോബ്ലം ഉണ്ടാക്കുമോ, ഒരു വഴക്കുണ്ടാക്കുമോ, ഒരു ഇഷ്യൂ ഉണ്ടാക്കുമോ? അല്ല, എന്നെ വിട്ടേക്കൂ. കാര്യം എനിക്ക് നിങ്ങൾ ഇനി ഇതിനെക്കുറിച്ച് എന്ത് പറഞ്ഞാലും ഇതെന്നെ ബാധിക്കുന്നതല്ല. ഞാൻ ഇത് അഹങ്കാരം അങ്ങനെയൊന്നുമല്ല പറയുന്നത്. 28-29 വർഷമായിട്ട് സിനിമയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. എനിക്കിനി ഇതിൽ നിന്ന് പ്രത്യേകിച്ച് ഒളിക്കാനോ ഇതിൽ നിന്ന് എന്തെങ്കിലും ഭയങ്കരമായിട്ട് രക്ഷപ്പെടാനോ ഒന്നുമില്ല. ഞാൻ പറയുന്ന അഭിപ്രായം അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന ഒരു ജോലിയുടെ ഭാഗമായിട്ട് മാത്രം അതിനെ കാണണം. അല്ലാതെ ഇത് വൈകിട്ട് എന്താ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ്. അല്ലാതെ അതിനെ ഉടനെ നിങ്ങൾ വൈകിട്ട് പോയി കഴിക്കൂ എന്നർത്ഥമില്ല.